നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ്. ബട്ട് മൈൻക്രാഫ്റ്റിൽ പുതിയൊരു മാപ്പാണ് കളിക്കാൻ പോകുന്നത്. ഓക്കെ, അതിൻ്റെ പേരാണ് മോൺസ്റ്റർ നിയാൻ. എന്താ അതിൻ്റെ പേരൊന്നും മനസ്സിലായില്ല. ഇതിൻ്റെ പേരെന്തോ കുന്തുവാ. ഓക്കെ, നമ്മൾ ഈ പോർട്ടലിൽ കൂടെ നിന്ന് സ്പോണായിട്ടുണ്ട് എവിടെയോ മാപ്പിൽ കയറി. അപ്പോൾ ഇവർ പറയുന്നത് ഫൈൻഡ് ഓൾ 6 ക്ലൂസ് ആണ്. 6 ക്ലൂസും കണ്ടുപിടിക്കണം. 6 ക്ലൂസ് എവിടെ ഉണ്ടാവാതാണ്. എന്താ ഈ പൊട്ടിയ സാധനത്തിനോട് വർത്താനം പറയാനാ? മൈൻക്രാഫ്റ്റൊക്കെ അടിപൊളി. ബ്രോക്കൺ ഹാൻഡ് കാർഡ് എന്നോട് സംസാരിക്കും. Here is a broken trolley that looks like was it from the side by something. എന്തിനെയോ കൊണ്ട് ഇത് അടിച്ച് പൊളിഞ്ഞാണ് പറയുന്നേ. ഇതെന്ത് ബട്ടൺ? എനിക്കെന്തോ ഒന്നും സംഭവിച്ചില്ല. ഓ, ലെറ്റർ. Hi friend, New Year is coming soon. Can't wait to see you again. Town leader. ടൗൺ ലീഡർ നമ്മൾ പറഞ്ഞു നിന്നെ പിന്നെയും കാണാൻ. എന്തോ പറയാ, ഇതെന്ത് സംഭവം? ഫോളൻ ലാൻഡേഴ്സ്. ഇതും എന്തോ ക്ലൂ ആണെന്ന് തന്നെ തോന്നുന്നു. എ പൈൽ ഓഫ് ഫോളൻ ലാൻഡേഴ്സ്. ഇസ് ഇറ്റ് സംതിങ് ദാറ്റ് ക്യാൻ ഫ്ലൈ? വാം, 2 ക്ലൂ ആയിട്ടുണ്ട്. ഇനി ആകെ 4 ക്ലൂവും കൊണ്ട് കണ്ടുപിടിക്കണം ഗൈസ്. 4 ക്ലൂ. ഓ, അതാ ഇവിടെ 3ാമത്തെ ക്ലൂ. എന്താ? ബ്രോക്കൺ ഗ്രൗണ്ട്. ഓക്കെ, the ground was crushed by a heavy object and looked like it had been hit hard. അതെന്താ വെച്ചാൽ ഈ ഗ്രൗണ്ട് എന്തോ സാധനം കൊണ്ട് ഭയങ്കര ഹാർഡായിട്ട് കൊണ്ടിട്ട് പറ്റുമെന്ന് തോന്നുന്നു ഇവര് പറയുന്നത്. അടുത്തത് 4ാമത്തെ ക്ലൂ. The hole in the wall shows it was attacked by a big guy. വലിയ ആളിനെ കൊണ്ട് ഹോളുണ്ടായി. ഇതൊരു ഹോളായിരുന്നു കേസ്. ഇതിലിങ്ങനെ ഹോള് വന്നതെന്ന് വെച്ചാൽ ഏതോ ഒരു വലിയ ഭീമാകാരം വന്ന് അടിച്ച് പൊട്ടിച്ച് എന്തോ ഉണ്ടാക്കി. എനിക്ക് മുമ്പോട്ട് വാങ്ങിയില്ല. ഓ, ചിലപ്പോൾ ഇവിടെ തന്നെ എനിക്ക് 6 ക്ലൂ. 1 2 3 4. ഇനി 2 ക്ലൂ കൂടെ. എത്രയാ? ഗുഡ്സ് ഷെൽഫ്. The shelf was knocked over by something. അതായത് എന്തോ ഒരു സാധനം ഇത് തട്ടിയിട്ടാന്നാ പറയുന്നത്. അടുത്ത് നോക്കാം. The hole in the wall. ഇതെന്താ ഇവിടെ? ഇനി 6ാമത്തെ ക്ലൂ എവിടെയാ? അഞ്ച് ക്ലൂ ആയി. 6ാമത്തെ ക്ലൂ എവിടെ? ശിവനെ, കണ്ടുപിടിച്ചു. ഡിങ്ക് ഡിങ്ക്. ഡൈനിങ് ടേബിളാണ് 6ാമത്തെ ക്ലൂ. The food is still hot. There were people here not long ago. Oh. Me, according to the results of the on-site. Okay. എന്താ പറഞ്ഞിരിക്കുന്നത്? മോൺസ്റ്റർ. ഓ, അതായത് വെച്ചാൽ ഇവര് ഏതൊരു മോൺസ്റ്റർ വന്നു ഈ വില്ലേജിന് ഇങ്ങനെ ആക്കിയിട്ട് പോയേ. അതായത് ഈ വീണതും പിടിച്ചതെല്ലാം മോൺസ്റ്റർ കാരണമെന്നാണ് ഇവര് പറയുന്നത്. ഇത് നോക്കുക, ഇത്ര വലിയ ട്രീ ആണെന്ന്. മാപ്പെല്ലാം ഉണ്ടാക്കി കഴിവേറെ തന്നെ. ഏതൊരു ആ മോൺസ്റ്ററിനെ കണ്ടുപിടിക്കാനാണ് തോന്നുന്നു നമ്മൾ പോകുന്നത്. അതാണ് എൻ്റെ ഉദ്ദേശം എന്നാണ് തോന്നുന്നത്. ഓക്കെ, നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. ഒബ്വിയസ്ലി മുമ്പോട്ട് പോകാൻ കഴിയും. നമുക്ക് സ്വിച്ചിനൊക്കെ. സ്വിച്ച് എന്താ?
മോൺസ്റ്ററിൽ കത്തിച്ചിട്ട് പോയാ ഇതെന്ത് തിളങ്ങുന്നു ഗോ ലെഫ്റ്റ് ടു ഫൈൻഡ് ദ സൈഡ് വേ. ലെഫ്റ്റ് ഇങ്ങോട്ടേക്ക് പോകാനാ അറിയാം. അവിടെ പിന്നെയൊന്നും തിളങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് പോവാം. അതെന്തോ കൊട്ടാരാ വില്ലേജാ എന്തോ എന്താ. ഓക്കെ ഇതാ സൈഡ് വേ എന്ന് തോന്നുന്നു. ഗോ ലെഫ്റ്റ് ടു ഫൈൻഡ് ഇതെന്നാണെന്ന് തന്നെ തോന്നുന്നു. അമ്മച്ചേ ഇതെന്ത് കുന്താ ശിവനെ. റൺ ഫ്രോം ചേസിങ് മോൺസ്റ്ററാ. അതാ അയ്യോ എവിടെ ഓടല്ലേ. ഇതാണോ മോൺസ്റ്റർ? അയ്യേ കഴിവില്ലാത്ത മോൺസ്റ്റർ. അല്ലോ ഞാൻ റീസ്പോൺ ചെയ്യും. ഇതിന്റെ മുകളിൽ കൂടെ ജമ്പ് ചെയ്ത് പോകും. അയ്യോ കഴിവില്ലാത്ത ഞാൻ. കഴിവില്ല. എങ്ങോട്ടേക്ക് ഓടണ്ടേന്ന് പറ. ഒന്ന് പിടിക്കാൻ പാടി. അല്ലോ അമ്മേ എന്നെ കൊല്ലാൻ നടക്കുന്നു. ശരിക്കും തുള്ളി വരും ഗൈസ്. ഞാനൊരു ശിവണി തുള്ളിക്കോ. ഭാഗ്യം. അയ്യോ ഇനിയും പോയി. ഒരു കാര്യം ചെയ്യും എന്നോടാളി പ്രശ്നം ചെയ്തു. കുലിക്കുക അയ്യോ കുലിക്കിപ്പോ ഇവനെ എന്തിനു കൊള്ളാം. എനിക്ക് തോന്നുന്നു അവിടെ എത്തണം തന്നെ. തുള്ളി അപ്പോൾ നമ്മൾ തുള്ളി പാസ്സാക്കിയിട്ട് തരാം ഗൈസ്. അതുവരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. എന്തോ സംഭവിച്ചു അതുകൊണ്ട് പിന്നെയും ലെഫ്റ്റ് കഴിവില്ല. ഓക്കെ പിന്നെയും കയറിയാൻ. ഓക്കെ നമ്മൾ പിന്നെയും ഇതാക്കണം. എന്താ ചെയ്യാ തുള്ളിയിട്ട് വരുന്നില്ല. ഇവൻ്റെ ഒലക്ക് എന്നെ മൂടി. തുള്ളിയിട്ട് വരാം ഗൈസ്. മോൺസ്റ്റർ തുള്ളി അങ്ങോട്ടേക്ക് പോയി. റൺ ഫ്രോം ദ ചേസിങ് മോൺസ്റ്ററാ. നമ്മൾ ഇവിടെ ഉണ്ട് അതിങ്ങോട്ടേക്ക് പോണേ. നമിച്ച് ഞാൻ ബെസ്റ്റ് പിന്നെയും തുള്ളിയിട്ട് തരാം ഗൈസ്. ആവാറുണ്ട് നല്ല കുലുക്കുണ്ട്. എങ്ങനെ ഇവിടെ എത്തിയിരിക്കുമല്ലോ അറിയില്ല. അമ്മേ ഇതേക്കല്ലേ കുലുക്കൊക്കെ. ഓ അങ്ങനെ നമ്മൾ ആ സ്റ്റേജ് ടോക്ക് ടു ടൗൺ ലീഡർ. അപ്പോൾ ഇതാണ് ടൗൺ ലീഡർ. ഈ കോഞ്ഞോട്ട ഇവരെ കുറിച്ച് എനിക്കൊരു മര്യാദക്കിട്ട് റോഡ് പണിത് കൂടാ നടന്നു വരാൻ വേണ്ടി. തുള്ളി വന്നി. ഈ പേര് ഞാൻ എവിടെയോ കേട്ട.
നെറ്റ്ഫ്ലിക്സിലെ നേഴ്സ ഇതാണോ? അമ്മ എനിക്കറിയില്ല ഗൈസ്, നിങ്ങൾ കമൻറ്റിൽ പറയാം. ഓക്കെ, ഇതാണോ? ഞാൻ കണ്ടിട്ടൊന്നുമില്ല സാധനം. പിള്ളേർ യു ആർ ഫൈനലി ഹിയർ. ഐ എം സോറി, അവർ ന്യൂ ഇയർ പാർട്ടി ഈസ് ടെമ്പറലി അൺഅവൈലബിൾ. ദർ ഇസ് എ മോൺസ്റ്റർ ഹണ്ടർ. അത് നമുക്ക് പണ്ടേ മനസ്സിലായി. പോടോ, ഇനി എന്ത് ചെയ്യണ്ടേ? പിന്നെ സംസാരിക്കും. ഓ, I have met it. Waha. Kadiv monster. Unfortunately, I had to run by the lack of weapons. Oh, weapons are not. Great hero. I know you can definitely defeat this monster. Maybe you can take a break here and prepare for it. Okay, I am confident, but I am unarmed and lack knowledge of monsters. നമുക്ക് ബുദ്ധിയില്ല, അത്രേ പറയുന്നുള്ളൂ. There is a hunter in the forest next to him. He should have weapons. There is a temple on top of the mountain. Maybe the temple records this monster. You can go and see. Do you want to prepare a weapon first or go to the temple to learn about this monster? അതായത് ഇവർ ചോദിക്കുന്നത് വെച്ചാൽ നമ്മൾ മോൺസ്റ്ററിനെ കൊല്ലാൻ വേണ്ടിയിട്ട് വെപ്പണാണോ ഫസ്റ്റ് ഇതാക്കേണ്ടത്, ടെമ്പിളിലാണോ ഫസ്റ്റ് പോകേണ്ടത്? എനിക്ക് ടെമ്പിളിൽ പോയാലും പഠിച്ചിട്ട് നമുക്ക് ഇവനെ കൊല്ലാം, അത് നല്ലതല്ലേ. അപ്പോൾ നമുക്ക് ടെമ്പിൾ ഫസ്റ്റ് പോകാം. ഓക്കെ, ലെറ്റ്സ് ഗോ നൗ. ദ റോഡ് ടു ദ ടെമ്പിൾ. ഓ, റോഡ് ഉണ്ടല്ലേ, തുള്ളി പോകണമെന്ന് ഞാൻ പിന്നെയും വിചാരിച്ചു. ഇതാണ് റോഡ് ടു ദ ടെമ്പിൾ ഈസ് ഓൺ ദ നോട്ട്. അതായത് നേരെ പോയാൽ കയ്യില്ലേ, നേരെ പോവാം. സ്റ്റെപ്പ് അപ്പ് ദ മൗണ്ടൻ ടു ഫൈൻഡ് ദ ടെമ്പിൾ. എവിടെയാ? ഇങ്ങോട്ടേക്കാ, നോർത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്കല്ലേ? അതെ, ഇതാ തിളക്കം. ട്രേഡ് ചെയ്യാൻ ഇതെന്ത് കുന്താ? യൂണിവേഴ്സ് റിങ്ങാ. എന്തോ കൊടുത്ത ഓക്കെ, നമ്മൾ തിളക്കുള്ള സാധനം നോക്കി പോയാൽ മതി. ഇതാണ് തന്നെ തോന്നുന്നത് വഴി. തുള്ളിപ്പോണ്ടി വരുമല്ലോ, ഉറപ്പാ. ഇതെന്താ? മൂൺ ബോക്സ് യൂസ് ടു ടെമ്പിൾസ് റീസ്പോൺ. ഇതിപ്പോ എന്തുണ്ടേ? ഞാൻ ഇതിലെ കൂടെ അല്ല അന്നേ. അപ്പം അതിലെ കൂടെ. ഇത് റീസ്പോണിന് വേണ്ടി ഉപയോഗിക്കേണ്ടേ? എനിക്കറിയില്ല. അതായത് ഇതിലും തുള്ളി പോണ. പിന്നെ ഞാൻ എന്ത് ചെയ്യാ? ये തുള്ളി पहाड़ों के ऊपर जंगल के पास. ഓ, അതാ തിളക്കമുള്ള സാധനം. അങ്ങനെ ഒരു ചെക്ക് പോയിന്റ്. പിന്നെ നമുക്ക് നടന്നിട്ട് പോകാം. ഇങ്ങോട്ടേക്ക് തന്നെയല്ലേ? അതെ, ഇങ്ങോട്ടേക്ക് തന്നെയാണ് തോന്നുന്നു. ഡെഡായ. ഓ, അതാ തിളക്കുള്ള സാധനം കണ്ടാൽ അങ്ങോട്ട് പോകാം എന്നാണ് ഗുരുജി ആരോ പറഞ്ഞത്. എനിക്കറിയില്ല. One, two, three. പാർക്കോർ പ്രോ. 1, 2, 3. പാർക്കോർ പ്രോ. ഞാനാണ് കഴിവ്. ഇനി എങ്ങോട്ടേക്ക് പോണ്ടേ? ഇങ്ങോട്ടേക്ക് പോകണമെന്ന് പറയരുത്, മാത്രം പറയരുത്. കണ്ണ് കാണുന്നില്ല. ഇങ്ങോട്ടേക്ക് ഇങ്ങനെ പോവാനാ? ഇങ്ങോട്ടേക്ക് പഹാട് ഊപ്പർ ചന്ദ്രക്ക് പാസ്. ഇങ്ങോട്ടേക്ക് പോണ്ടേ? അയ്യോ പണി കിട്ടി. ഇങ്ങോട്ടേക്ക് കാണുന്നതിന്. ഓ, നമ്മൾ കേറിപ്പോയല്ലേ.
വഴി കാണിക്കാൻ വല്ല കൂന്ത്രാണ്ടും വെച്ചൂടെ എനിക്ക് വീട് എങ്ങോട്ടേ പോകണ്ടേ? നേരെ തന്നെ ആയിരിക്കും. ഓക്കെ, ഇവിടെ സ്റ്റെപ്പ് പോലെ ഉണ്ട്. ഇവിടെ കാണുന്നു വിശ്വസിക്കുന്നു. കാണുന്നില്ല. വഴിയില്ല ഇവിടെ. മുകളിലൊന്ന് കാണിക്കും. അയ്യോ, ഭാഗ്യം നമ്മളാ ആദ്യം. നമുക്ക് ടെമ്പിളിൽ എത്തിയിട്ട് കാണാം ഗൈസ്. ഓക്കെ, വീഡിയോ ഭയങ്കര ലോങ് ആവും, അതുകൊണ്ട് ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ പോസ് ആവുന്നത്. ലോങ്ങായ ആരും കാണലുമില്ല. പിന്നെ സബ്സ്ക്രൈബ്, ലൈക്ക് പ്ലീസ് ഗൈസ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇങ്ങോട്ടേക്ക് എന്തായാലും ഡെഡ് ഉണ്ട്. അപ്പൊ ഇങ്ങോട്ടേക്കാ പോണ്ടേ? ബുദ്ധി, ഓ ബുദ്ധി ബുദ്ധി, അടിപൊളി അടിപൊളി. ഇനി ഇങ്ങോട്ടേക്ക് തുള്ളിപ്പോ. അങ്ങോട്ടേക്ക് പോകണം. ദാരിദ്ര്യം തന്നെ ഇവര്. ഇങ്ങോട്ടേക്ക് പോയി. ഈ തുള്ളി തുള്ളി തുള്ളി. ഓ ഓ, ബുദ്ധി 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 ബുദ്ധി. ഇനി ഇങ്ങോട്ടേക്കാ. ഇങ്ങോട്ടേക്കാണ് എനിക്ക് തോന്നുന്നു. ഇങ്ങോട്ടേക്കാണ്. ഓ, ഞാൻ അത് കണ്ടുപിടിച്ചിട്ട് തരാം. കണ്ടുപിടിച്ച് എനിക്ക് ഭ്രാന്ത് പിടിച്ചു. അപ്പോൾ ഞാൻ ക്രിയേറ്റീവ് ആയി. ചീറ്റിംഗ് ആണ്. ഓക്കെ, ഇതൊന്നും ഇല്ലാണ്ട് അങ്ങോട്ട് പോവാം. ഞാൻ ടെമ്പിൾ കണ്ടുപിടിച്ചു. ഓക്കെ, കണ്ടുപിടിച്ചു വന്ന രീതിയിൽ നമുക്ക് അഭിനയിക്കുക. ഓ, ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. ഓ ഓ, കഴിവ് കഴിവ് കണ്ടുപിടിച്ച്. എനിക്ക് പ്രാന്ത് പിടിച്ചു. കുറെ കണ്ടുപിടിക്കണം. ഓക്കെ, അവസാനം ഞാൻ കണ്ടുപിടിച്ചു ശിവനെ. ഓക്കെ, ഇതാണ് ടെമ്പിൾ മാസ്റ്റർ. ഈ കോഞ്ഞാട്ട് ഒരു റോഡ് ഉണ്ടാക്കി കൊടുത്താൽ എനിക്കില്ല. റോഡ്. നേസ, you are here. Do you need any help from me? Hello master, there is a monster in the town. It is very fierce. I want to know what it is. Yesterday I meditated and realized that you will come. Oh, കഴിവ്. അതായത് ധ്യാനം ചെയ്തിട്ട് ഇവർ കണ്ടുപിടിച്ചു ഞാൻ വരാൻ പോവുകയാണ്. എന്നിട്ട് ആദ്യം എടുത്ത് പിന്നെ എന്തിനാ ചോദിച്ചേ എന്ത് ഹെൽപ്പാ വേണ്ടെന്ന്? അത് പിന്നെ എന്തിനാ ചോദിച്ചേ? ഇയാള് ആ ടേബിളിൽ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. ഓക്കെ, താങ്ക്സ് മാസ്റ്റർ. താങ്ക്സ് അല്ല, ഞാനാണ് റീഡ് ഓൾ ബുക്സ്. അതായത് ഈ ഒരു ബുക്ക്. ഓക്കെ, ഗെറ്റ് റീഡ് ഒരു പേജ് ഉണ്ടാകും. ഓക്കെ, according to the legend, in ancient times there was a monster colony. അതായത് പണ്ട് കാലത്ത് ഒരു നിയാൻ എന്ന് പറഞ്ഞൊരു മോൺസ്റ്റർ ഉണ്ടായിരുന്നു. So on its head and was extremely ferocious. Nian lives deep under the sea and only comes shore every New Year's Eve. One year Nian came to attack the village. It was a thunderstorm and a thunderstorm fell. Nian actually escaped, so people knew that Nian was afraid of loud noise.
അതെന്ന് വെച്ചാൽ നിയാന് എന്താണ് ഈ പിന്നെ ഒച്ചത്തിലുള്ള നോയ്സ് എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പേടിയാവുന്ന ആൾക്കാർ അങ്ങനെ കണ്ടുപിടിച്ചു. ഈ നിയാൻ എന്തോ സീൻ്റെ അടിയിലാണ് താമസിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ കഴിഞ്ഞ ഇനി എന്ത് കുന്തയണ്ടേ? ഓക്കെ, നമുക്ക് ഇങ്ങോട്ടേക്ക് പോകണമെന്നാണ് എൻ്റെ പോയി നമ്മൾ രാജ നമ്മൾ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നു. ഓ, അവിടെയുണ്ട് ഒരു ടേബിൾ. ഇവിടെ പോയിട്ടും ബുക്ക് വായിക്കാം. ഓ, ഇതടുത്ത ബുക്ക് സൂത്ര 1 year നിയാൻ കേം ടു അറ്റാക്ക് വില്ലേജ്. ഓ, ഒന്നും കൂടി നിയാൻ the village was covered with red lanterns. After Nian ravaged the village, people found that houses with lanterns were intact, so they knew that Nian was afraid of red fire and red. After people understand the weakness of Nian, they use firecrackers to simulate sounds and hang lanterns on the roof every new year, which has evolved into a new year custom time over. ഓ, ഞാൻ ഇത് മാത്രമല്ല, ഒന്നും കൂടി ഇതാക്കാൻ വന്നേരം അവിടെ കുറേ ലാൻറ്റേൺസും റെഡ് ലാൻറ്റേൺസ് ഉണ്ടായി. അതിൽ തീ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീണ് പൊട്ടിയേരം ഞാൻ പേടിച്ചു. കാരണം അങ്ങനെ ആൾക്കാർ വിചാരിച്ചു എന്നാണ് തീനോടും റെഡ് കളറിനോടും ഞാൻ ഭയങ്കര എന്താണ് പേടിയാണ്. അതുകൊണ്ട് എല്ലാ ന്യൂ ഇയറിലും എന്ത് സംഭവിച്ചു, ഇവർ ഓരോ പാർട്ടി അല്ല മറ്റേ ഒച്ചയും ഇങ്ങനത്തെ ഫയറിലാക്കിയിട്ടാണ് ആഘോഷിക്കല്. ഇനി എന്താ ആൻസർ മാസ്റ്റേഴ്സ് ക്വസ്റ്റ്യൻ. ഓ വലിയ കഴിവ്. ഇനി മാസ്റ്റർ ക്വസ്റ്റ്യൻ ചോദിക്കും, നമ്മളതിന് ഉത്തരം കൊടുക്കണം. It seems that you have already read the book. Why don't you come and review it with me? I prepared a newer gift for the donor. Just start. What is the monster called? Nian. Nian is afraid of fire. So how do we drive Nian away? അതായതെന്ന് വെച്ചാൽ ഫയറിന് ഹങ് ലാംപ്സ്, അതായതെന്ന് വെച്ചാൽ മറ്റേ ഇത് പറഞ്ഞ റെഡ് ലാൻഡേഴ്സ് ഇങ്ങനെ തൂക്കി വെക്കൂലേ, ആണ് ചോദിക്കുന്നത്. Nian is afraid of loud noises. So how do we fight the Nian? Use fireworks. Okay. It seems that you full understand. Nian is a fierce beast since ancient time, but it is afraid of fire and noise. Okay. People use firelight and sound to drive away the beast during the New Year, which has formed the current Chinese New Year custom over time. ഓ, അങ്ങനെയല്ലേ. Lanterns, firecrackers to people. For people here, please use them to drive near school. Okay, thanks master. നമ്മൾ ഈ ഫയർ ക്രാക്കേഴ്സും ന്യൂ ഇയർ ലാമ്പും പിന്നെ വിൻഡ് ഫയർ വീൽസും വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇനി ബുക്കും വായിച്ചു, ഈ മറ്റേ ടെമ്പിളിൽ എത്തിയിട്ട് നമ്മൾ മാസ്റ്ററിനെ ഇന്ന് കുറേ പഠിച്ചു. ഈ കളവെന്തെങ്കിലും കളവാ. അപ്പോൾ നമുക്ക് ആ കളവ് മാസ്റ്റർ കുറേ ഇത് തന്നിട്ടുണ്ട്. അതെല്ലാം വെച്ച് നമ്മളെ നിയാനെ ഓടിക്കാനാണ് പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നിയാനെ ഓടിക്കുക. പക്ഷേ അതിനു മുമ്പേ അത് നെക്സ്റ്റ് പാർട്ടിലായിരിക്കും, കാരണം വീഡിയോ കുറച്ച് ലോങ് ആയി. ഓക്കെ ഗൈസ്, അപ്പോൾ ബൈ, ഹാവ് എ ഗുഡ് ടൈം. അപ്പം IPL ആണ്, RCB അടിച്ച് കയറുക. ഞാൻ RCB ആണ്. നിങ്ങൾ ഇപ്പോൾ ഏത് ടീമാണെന്ന് ഒന്ന് കമൻറ്റ് പറയുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് പാർട്ട് 2 വരുന്നതായിരിക്കും. ഉടനെ വേണമെങ്കിൽ സൂൺ പാർട്ട് 2 എന്ന് കമൻറ്റിൽ പറഞ്ഞാൽ മതി. ഞാൻ ഉടനെ പാർട്ട് 2 ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ ഗൈസ്, ആൻഡ് ഹാവ് ഫൺ. IPL ആണ്, കാണുക. വീഡിയോസിന് ലൈക്ക് അപ്പോൾ നമുക്ക്
പരമാവധി നിങ്ങൾ സഹകരിക്കുക, ലൈക്ക് ഷെയർ എല്ലാം അടിച്ച് പൊട്ടിക്കുക ഗൈസ്. അപ്പോൾ ശരി ഗൈസ്, ബൈ. ഓക്കെ. Please subscribe and like my video for part 2. Please help our channel grow by supporting us with a like and a subscription today.